അവസരത്തിൽ ഞാൻ പറയുക. നമുക്ക് ആ പാട്ടൊന്നൊക്കെ. പിന്നെ തീർച്ചയായും മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളക്കി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. മുഖമാകും താമരയിൽ നിലാവൊരുക്കി മനമാകും പൂമൊട്ടിൽ മധു ചുരത്തി. മുഖമാകും താമരയിൽ നിലാവൊരുക്കി മനമാകും പൂമൊട്ടിൽ മധു ചുരത്തി. മാധവനെ തേടി നിന്ന രാധയായി മാധവനെ കാത്തിരുന്ന വിവശയായി മലർമേയായി കാത്തിരുന്ന വിവശയായി. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. കുളിരോലും വള്ളിക്കുടിലിൽ അനങ്കനത്തീ ശരമാരി പെയ്യും മദന രംഗമാക്കി. കുളിരോലും വള്ളിക്കുടിലിൽ അനങ്കനത്തീ ശരമാരി പെയ്യും മദന രംഗമാക്കി. നീലവർണ്ണ നീർപ്പുഴകൾ നിറഞ്ഞൊഴുകി നീലവർണ്ണ പുഴകൾ നിറഞ്ഞൊഴുകി രാജഹംസലീലയാലെ കലാശമാടി രാജഹംസലീലയാലെ കലാശമാടി. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. ഞാൻ
എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് ഉറക്കം വരാണ്ട് കിടക്കുകയാണ്. ഉറങ്ങിയില്ല എന്നുള്ള അവസ്ഥകളും അച്ഛൻ സ്വപ്നത്തിൽ വന്നു. നീ എന്തിനാ നാണിക്കുന്നത്, എഴുതാൻ പറഞ്ഞു. ഓ അത് ശരി. അത് നാണത്തെക്കുറിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ ഈ നാണം വന്നത്. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് നീ കേട്ടിട്ടുണ്ടല്ലോ. ഒരു 11 മണിയായി. ആ പാട്ടിൻ്റെ മീറ്ററിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ മനസ്സ് അതിനെ ഒന്ന് ഉണർത്തിക്കൊണ്ട് പാടുന്ന ഒരു 4 വരി എഴുതണം. അങ്ങനെയാണ് ഞാൻ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കൈയാൽ മുഖം മറച്ചു. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം.